ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഉച്ച സമയമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ഉറക്കി കിടത്തിയ ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. എന്നും ക്ലീൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുപോലെ കഴുകി തുടയ്ക്കുന്നത് ആഴ്ചയിലായിരിക്കും കേട്ടോ. കാരണം എന്നും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ നട്ടലിന് ചെറിയൊരു ഉളുക്കിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ സമ്മതിക്കത്തുമില്ല, അതൊരു കാരണമാണ്. പിന്നെ അവരെ ഉറക്കി കിടത്തിയിട്ടൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ദിവസമായല്ലോ ഒന്ന് നന്നായിട്ട് ഇതുപോലെ കഴുകി അത് തുടച്ചൊക്കെ എടുത്തിട്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഉറക്കിയ ശേഷം ഞാൻ ഈ സമയം എപ്പോഴും ഉറങ്ങുന്ന സമയമാണ് അവരുടെ കിടന്ന് എന്നാൽ പിന്നെ ഇന്ന് ഉറക്കമൊക്കെ മാറ്റി വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഉറക്കി കിടത്തിയ ശേഷം മേലിലേക്ക് വന്ന് നമ്മുടെ റൂമും കുഞ്ഞുങ്ങളെപ്പോഴും വണ്ടി ഓടിച്ച് കളിക്കാനുള്ള ഹാളും പിന്നെ സ്റ്റെപ്പ് കയറി വരുന്നിടം എല്ലാം നന്നായിട്ട് അഴുക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴുകി മേലും ആദ്യം തന്നെ കഴുകിയത് താഴെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ താഴെയായിരുന്നു അച്ഛൻ്റെ റൂമിൽ ഉറക്കി കിടത്തിയിരുന്നത്. അങ്ങനെ അവിടെ എല്ലാം തുടച്ച് വന്നപ്പോഴേക്കും അടുത്ത ആൾ എഴുന്നേറ്റൊക്കെ വന്നു. പിന്നെ അവരെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ബാക്കി തുടക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ഫുഡ് കഴിക്കുകയായിരുന്നു അവിടെ ചെന്നിരുന്ന് കുഞ്ഞുങ്ങളും കുറച്ച് കഴിച്ചു. പിന്നെ അവർക്ക് സെപ്പറേറ്റ് പ്ലേറ്റിനകത്ത് ചോറും അവിയലും കുറച്ച് സാമ്പാറും മുട്ടത്തോരനും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ചേർത്ത് രണ്ടുപേർക്കും ചോറ് കൊടുത്തു കേട്ടോ. നന്നായിട്ട് വിശന്നൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഇതുപോലെയൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും, മടിയൊന്നും കാണിക്കത്തില്ല. പിന്നെ ചില ദിവസങ്ങളിൽ രണ്ടുപേർക്കും നല്ല മടിയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി, അത് ഞാൻ എപ്പോഴും പറയുമല്ലോ. അങ്ങനെ എല്ലായിടവും ക്ലീനൊക്കെ ചെയ്ത് വൃത്തിയൊക്കെ ആക്കി തുടച്ച് ഒക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് ഫുഡ് കൊടുത്തത്. പിന്നെ ഒന്നേന്ന് കുഞ്ഞുങ്ങൾ ഇതുപോലെ വയ്യിലെ വെള്ളമെല്ലാം വാരി ഒഴിച്ച് വീണ്ടും അവിടെയൊക്കെ തുടച്ചൊക്കെ ഇടും. ഇതെപ്പോഴും നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും ഉച്ചയ്ക്ക് ആ ഫുഡൊക്കെ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് ഉറക്കാൻ കിടത്തി. അപ്പോഴേക്കും വീണ്ടും ഈവനിങ് ആയപ്പോഴേക്കും രണ്ടുപേരും ചാടിയൊക്കെ എഴുന്നേറ്റു. പിന്നെ അവർക്ക് വൈകുന്നേരം ഏത്തപ്പഴം അതുപോലെ കൊടുക്കും. ഏത്തപ്പഴമോ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പം ഏത്തപ്പഴം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മടുക്കുമ്പോൾ തുപ്പും കേട്ടോ, അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഏത്തപ്പഴം വാങ്ങിച്ച് വെച്ചേക്കുന്നത് കൊണ്ടും അത് പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുമല്ലോ, അപ്പോൾ അത് കളയാണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. പിന്നെ അവർ കുറച്ച് സമയം എൻ്റെ കൂടെ വന്നിരുന്ന് അടുക്കളയിലൊക്കെ വന്നിരുന്ന് പാത്രമൊക്കെ എടുത്ത് വെച്ച് കളിക്കും. അപ്പോഴേക്കും ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാ വലിയ പാത്രങ്ങളും ഷാർപ്പായിട്ടുള്ള അത് ഇരിക്കുന്നത് ഈ ഒരു സ്പൂണോ കാര്യങ്ങളോ അവരെ പരസ്പരം കണ്ണിലൊക്കെ കുത്തായിരിക്കുമല്ലോ, അതെല്ലാം എടുത്ത് മേല് മാറ്റി വയ്ക്കും. അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയെന്ന് പറഞ്ഞാൽ അതിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചു കേട്ടോ. അവരടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അമൃതം പൊടി ഇരിപ്പുണ്ടല്ലോ, കുറേ നാളായി വിചാരിക്കുന്നു അമൃതം പൊടി വെച്ചൊരു ലഡു ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ശർക്കരയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിന് വേണ്ടത് കുറച്ച് അരി, ശർക്കര, തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പോ ബദാമോ ഈന്തപ്പഴമോ എന്തുണ്ടെങ്കിലും ഇതിനകത്ത് ചേർക്കാം കേട്ടോ. അപ്പം ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് പൊടിച്ചൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിനോട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നി അങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ അരിയൊക്കെ ചൂടാക്കി എടുത്തു. ഏതരിയായാലും മതി, നമ്മൾ ചൂടാക്കി എടുത്തിട്ട് അമൃതം പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അരി ചൂടാക്കി എടുത്ത് തണുക്കാൻ വെച്ച ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ശർക്കര കുറച്ചെടുത്ത് പാനിയാക്കി എടുക്കുക. അങ്ങനെ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അവിടെ ഒരു പടം ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് വന്നിരുന്ന് അച്ഛ അച്ഛ അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മരത്തിൻ്റെ ഈ ഒരു വേരിൻ്റെ അവിടെ ഉണ്ടല്ലോ, അത് അച്ഛയാണെന്നാണ് പൂമ്പാറ്റ പെണ്ണ് തൊട്ട് കാണിക്കുകയാണ്. ഏതാ അച്ഛാന്ന് വെച്ചപ്പോൾ തൊട്ട് കാണിക്കുകയാണ്. ഏതാ മക്കളെ അച്ഛാന്നൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഏതാ അച്ഛ? അവിടെയാണോ അച്ഛ ഇരിക്കുന്നേ? അത് അച്ഛയാണോ? അച്ഛ അതാണ്. ഏതാ അച്ഛ? തൊട്ട് കാണിച്ചേ. അച്ഛ. അങ്ങനെ രണ്ടുപേരും ഒരു മരത്തിൻ്റെ വേരിൽ നിന്ന് അച്ഛനാണ്. അത് സത്യമാണല്ലോ, ഒരു വീട് നിലനിർത്തുന്നത് തന്നെ അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലോ. അപ്പോൾ കുഞ്ഞ് കറക്റ്റായിട്ട് അവിടെ തൊട്ട് അച്ഛ 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 എപ്പോഴും വായിന്ന് വരുന്ന തന്നെ അച്ഛ അച്ഛ എന്ന് തന്നെയാണ് കേട്ടോ. രണ്ടുപേരും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അമ്മ എന്ന് പാല് കുടിക്കുന്ന സമയത്തും എന്നെ കാണാത്ത സമയത്താണ്
എപ്പോഴും അച്ഛ 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 കണ്ടില്ലെങ്കിൽ എപ്പോഴും പൂമ്പാറ്റപ്പെണ്ണാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. കുഞ്ഞാറ്റപ്പെണ്ണ് അധികം അമ്മ എന്നാണ് വിളിക്കുന്നത്. എന്നാലും രണ്ടുപേരും അച്ഛാന്ന് വിളിക്കുമെങ്കിലും പൂമ്പാറ്റ എപ്പോഴും അങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അതിനകത്ത് കിളിക്കൂടൊക്കെ തൊട്ട് നോക്കിയാണ് പൂമ്പാറ്റ അവർ അതിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല. അച്ഛ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവരുടെ കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ശേഷം ഞാൻ എൻ്റെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിട്ട് തണുക്കുന്ന സമയത്താണ് കുറച്ച് നേരം സമയം കുഞ്ഞുങ്ങളുടെ നിന്നത്. അങ്ങനെ തേങ്ങയൊക്കെ തിരുവി അരിയൊക്കെ പൊടിച്ച് വെച്ചത് തണുത്തു. അതുപോലെ അമൃതം പൊടിയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നത് ചൂടാക്കിയതൊക്കെ. അങ്ങനെ ശർക്കരയൊക്കെ പാനിയാക്കി വെച്ചത് എല്ലാം കൂടി ഇട്ട് വേറൊന്നുമില്ല പരിപാടി, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പാനിയൊക്കെ തോനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതൊക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. എനിക്കിഷ്ടമാണ്. ഞാൻ ഇപ്പം അമൃതം പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കി കഴിക്കാറുണ്ട്. ഈ ഒരു രീതിയിലും നമുക്ക് കഴിക്കാം. കുഞ്ഞുങ്ങളാരും ആ ഒരു പുട്ട് അല്ലെങ്കിൽ പിന്നെ കുറുക്കോ അതിൻ്റെ ഒക്കെ കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവരുടെ ശരീരത്തിലേക്ക് ഇപ്പം നമ്മൾ കഴിച്ചിട്ട് അതിന് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ എപ്പോഴും പറയും കൺട്രോൾ ചെയ്യണമെന്ന്. എന്നാൽ കൂടി എനിക്കിഷ്ടമാണ്. ഞാൻ പണ്ട് തൊട്ടേ മധുരം അധികം കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എന്ന് കരുതി ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ജസ്റ്റ് മക്കളും കഴിക്കുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അവരങ്ങനെ അമൃതം പൊടി വെച്ചുള്ള കുറുക്കൊന്നും അധികം കഴിക്കാറില്ല. റാഗിയുടെ കുടിക്കും. അങ്ങനെ അമൃതം പൊടി ചൂടാക്കി തണുപ്പിച്ചതും അരി ചൂടാക്കി പൊടിച്ചെടുത്ത് തണുപ്പിക്കാൻ വെച്ചതും തേങ്ങ തിരുവിയതും പിന്നെ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം. ഞാൻ ഏലക്ക എടുത്തതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കുരുവെങ്ങാണം കുഞ്ഞുങ്ങളുടെ വയറ്റിലെങ്ങാണം പോകും എന്നൊരു പേടി കൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അതുപോലെ നട്ട്സൊക്കെ പൊടിച്ച് ചേർത്ത് ഈന്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിനകത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ തേങ്ങയും ശർക്കരപ്പാനി എല്ലാം കൂടെ ചേർത്ത് ലഡു അതായത് ഉണ്ടയാക്കി എടുത്തു. എന്നിട്ട് ആദ്യം ഞാൻ തന്നെയാണ് കഴിച്ചത് കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് നമ്മൾ കളഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ എല്ലാം തന്നെ ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. ഏത് ഫുഡ് എടുത്താലും അധികം എരിവുണ്ടോ, കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഞാൻ കഴിച്ച ശേഷം 2 പേർക്കും ഒരെണ്ണം കൊടുത്തിട്ടോ. അതായത് ഒരെണ്ണമാണ് കൊടുത്തത്, കുറേശ്ശെയായിട്ട് കൊടുത്തു. 2 പേര് അത് ഇഷ്ടപ്പെട്ടങ്ങ് കഴിച്ചോട്ടോ. പിന്നെ അധികം കൊടുത്തിട്ട് മധുരമൊക്കെ ചേരുന്ന ആയതുകൊണ്ട് അത് എന്തുകൊണ്ട് വന്നാലും നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും അതിൽ നിന്ന് കുറച്ച് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അമൃതം പൊടിയുടെയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരമാണല്ലോ, അതുകൊണ്ട് കൊടുത്തു. പിന്നെ അധികമായിട്ട് ശർക്കരയും പഞ്ചസാരയൊന്നും അധികം ഇപ്പോഴേ കൊടുത്ത് ശീലിപ്പിക്കേണ്ട. പിന്നെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉള്ള കിഴങ്ങ് കറിക്കുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ വെച്ചു കേട്ടോ. ഓൾറെഡി തന്നെ മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. 2 പേരും കുറച്ച് പാത്രമൊക്കെ എടുത്തിരിക്കുന്നത് കൊണ്ട് കുരുത്തക്കേടൊക്കെ ആയതുകൊണ്ട് അനങ്ങാതിരുന്നു. സാധാരണ എനിക്ക് ഇതുപോലെ അങ്ങ് ഇരിക്കുന്നേ അല്ല കേട്ടോ. ഉറക്കിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അപ്പോൾ വീടിനടുത്തുള്ള ചേച്ചിമാരോ അല്ലെങ്കിൽ മക്കളുടെ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ വന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകും. ആ ഒരു സമയത്താണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇന്ന് 2 പേരും അനങ്ങാതെ അങ്ങ് ഇരുന്നു. പാത്രത്തൊക്കെ ഇട്ട് തട്ടിയും പിന്നെ വലിയ കലങ്ങളും പാത്രങ്ങളും എല്ലാം ഞാൻ പ്രത്യേകം എടുത്ത് മോളി മാറ്റി വെച്ചേക്കാം അവർക്ക് കയ്യെത്താത്ത സ്ഥലത്ത് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരവിടെ ഇരുന്ന് ഓരോ കലാപരിപാടികൾ അവരെ പാത്രം എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ വലിയ പാത്രമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും മക്കളുടെ കൂട്ടുകാരി ചേച്ചി ഡോർ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ച് സമയം 2ാം ക്ലാസ്സിലാണ് കേട്ടോ. അങ്ങനെ വന്നിരുന്ന് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. മിക്ക ദിവസവും ഈവനിങ് വരും കുഞ്ഞിൻ്റെ അടുത്ത് സ്കൂൾ വിട്ട് വന്ന് കേട്ടോ. നല്ല സ്നേഹമാണ്. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചു. പരത്തിയ ശേഷം ചുടാൻ നിന്നില്ല കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾ നിർബന്ധമായി, കുളിപ്പിക്കാൻ സമയമായി. പിന്നെ 2 പേരെയും കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി ഉടുപ്പൊക്കെ മാറ്റി ഉറക്കാൻ വേണ്ടി കിടത്തി. ഒരാളെ അപ്പുറത്ത് ലതിക ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഈവനിങ് എപ്പോഴും അങ്ങനെയാണ്. ഒന്നെങ്കിൽ ഡോറയുടെ വീട്ടിൽ ലതിക ചേച്ചി വീട്ടിൽ അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കളിപ്പിക്കുകയും ഒക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അപ്പോഴേക്കാണ് ഞാൻ കുഞ്ഞൊരാൾ ഉറങ്ങുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടേ ഉള്ളായിരുന്നു. ഞാൻ കറി വയ്ക്കാൻ വേണ്ടി വെച്ചു. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച ശേഷം ഉറക്കിയ ശേഷമാണ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ചപ്പാത്തി ഇടാനായി കറി വയ്ക്കാനായാലും എല്ലാം ഒരുങ്ങുന്നത്. അവർ ഉറക്കിയ ശേഷം
പിന്നെ കുറച്ച് തുണികൾ ഉണക്കാൻ ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും അതെല്ലാം പറക്കിക്കൊണ്ട് വന്ന് മടക്കാൻ വേണ്ടി കറി അപ്പോഴേക്കും ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി ചുട്ടിട്ടില്ല, അത് കുറച്ച് സമയമെടുത്ത് കറിയൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഈ ഒരു പരിപാടിയും കൂടെ നടക്കില്ല കേട്ടോ. ഈ പരത്തുന്ന സമയമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ടത്. ആ സമയത്ത് മക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അങ്ങനെ തുണിയൊക്കെ ഉണങ്ങിയതെല്ലാം കൂട്ടിയത് എല്ലാം കൂട്ടിയിട്ടിട്ട് അതെല്ലാം സെപ്പറേറ്റായിട്ട് മാറ്റി മടക്കി വെച്ചു. കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന തുണികളും ചേട്ടൻ്റെയും എൻ്റെയും തുണികളുണ്ടായിരുന്നു, അതെല്ലാം മടക്കി വെച്ചു. മടക്കി വെച്ചപ്പോൾ ഒരാളവിടെ ഉറങ്ങുമായിരുന്നു. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പിന്നെ കുഞ്ഞ് ഒറ്റയ്ക്കല്ല ഉറങ്ങുന്നത്, അവിടെ അച്ഛൻ താഴെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മേലേക്ക് വന്ന് ഈ ഒരു തുണിയും കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഉറക്കി കിടത്തിയിട്ട് ഞാൻ അധികം ദൂരം അങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അങ്ങനെ മാറി വരാറില്ല. അങ്ങനെ വീണ്ടും തുണിയൊക്കെ മടക്കി വെച്ച ശേഷം കറിക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ ഒന്ന് തിരുവി. അങ്ങനെ ഇതിനിടയിൽ തന്നെ ഞാൻ പോയി കുഞ്ഞാറ്റപ്പെണ്ണ് അപ്പുറത്ത് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, ചേച്ചിമാരെ എടുത്തുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണ് ഉച്ചയ്ക്കൊന്നും അധികം ഉറങ്ങാത്തത് കൊണ്ട് അവളെ കൂടെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ 2 പേരും ഉറക്കി കിടത്തിയ ശേഷം ആണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരാൾ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിക്ക് കരച്ചൊക്കെ വെച്ച് കറി വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരാളങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ചെന്നു, ഇതെല്ലാം നിർത്തി വെച്ച ശേഷം വീണ്ടും അങ്ങോട്ട് ചെന്നു. വീണ്ടും ഒരു ഉറക്കാൻ വേണ്ടി 2 പേരെയും കിടത്തി. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഈ നമുക്ക് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ നമുക്കത് തുടരാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിലേ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അവരുടെ അടുത്ത് പോകും, വീണ്ടും വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ 2 പേരെയും വീണ്ടും ഒന്ന് തട്ടി ഉറക്കി. നിർബന്ധം വന്നാൽ അങ്ങനെയാണ്, ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അടുത്ത ആൾ ഒരാൾ കരയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അടുത്ത ആളും ചാടി എഴുന്നേൽക്കുമല്ലോ, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കറിയൊക്കെ വയ്ക്കാൻ വീണ്ടും ഒരുങ്ങി. പിന്നെ ചപ്പാത്തി ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോഴും ഇടയ്ക്ക് വെച്ച് കരച്ചിൽ തുടങ്ങി. വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും മക്കളുടെ അടുത്തേക്ക് പോയി. അങ്ങനെയാണ് കേട്ടോ. പിന്നെ വീണ്ടും കരയുന്ന കണ്ടപ്പോൾ വീണ്ടും ചപ്പാത്തി ഇടാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ഒരു കരച്ചിൽ തുടങ്ങി. വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് വന്നു. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പകുതിയാക്കി വെച്ചിട്ട് വീണ്ടും കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് പോയി. ഉറക്കാൻ വേണ്ടി പോയെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നേരം കിടത്തത്തെ. ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 12 മണിയായാലും 1 മണിയായാലും ഉറങ്ങാതിരിക്കും കേട്ടോ. ഒരു 7:30 കഴിഞ്ഞ് ഉറക്കുക. മാക്സിമം 8:30 9 മണിക്ക് ഉറക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഡീപ്പ് ഉറക്കമായിരിക്കും. അങ്ങനെ കുറച്ച് ചപ്പാത്തിയൊക്കെ കൊടുത്തു. കുറച്ച് കൊടുത്തോളൂ കേട്ടോ. അവർ കുറച്ച് ചപ്പാത്തി കഴിച്ചു. പിന്നെ നൈറ്റ് അവർക്ക് ചോറ്, ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ചോറിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ എല്ലാ ആഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ 2 പേരും ചോറിലും ഒക്കെ കുളിച്ച് ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ 2 പേർക്ക് നൈറ്റ് ഞാൻ ഉടുപ്പൊക്കെ മാറ്റിയിട്ടാണ് കിടത്തുന്നത്. അങ്ങനെ ഉടുപ്പൊക്കെ മാറ്റി കുറച്ച് സമയം 2 പേരും ഇതുപോലെ കളിയാണ് കേട്ടോ. പിന്നെ ഉറങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ, പാലുകൊടുത്ത് ഉറക്കം കൊണ്ട് കിടത്തിയാലും അങ്ങോട്ട് നിലവിളിയും കരച്ചിലുമാണ്. അതുകൊണ്ട് അവരുടെ കുഞ്ഞലമാരയിലെ തുണിയെല്ലാം ഇങ്ങനെ വാരി അതിവിടെ ഇരിക്കുന്ന ഒരു കണക്ക് ഓർത്താൽ എനിക്ക് ഒരു ഹെൽപ്പാണെന്ന് പറയാം കേട്ടോ. ഇതുപോലെ കുരുത്തക്കേടിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അനങ്ങാതിരിക്കും. പിന്നെ വാരിയിട്ട് ഇരിക്കുകയാണ്. വീണ്ടും ഞാൻ മടക്കി വെച്ചാൽ മതിയല്ലോ. പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. വേറെ ഒന്നും ചെയ്യാതെ പിടിച്ചു മാറ്റിയാൽ നല്ല നിലവിളിയായിരിക്കും. അങ്ങനെ കുരുത്തക്കേടെല്ലാം കഴിഞ്ഞ് 2 പേരും നല്ല ഉറക്കമായി. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും പൂമ്പാറ്റപ്പെണ്ണ് എന്ത് ചെയ്യണം, ഞാൻ മാത്രം ഉറക്കം എഴുന്നേറ്റ് ഇരിക്കുകയാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് എന്താ ഇങ്ങനെ ഉറങ്ങുന്നതെന്നുള്ള രീതി. ഞാൻ പുതപ്പിച്ചപ്പോൾ അത് പുതപ്പെടുത്ത് മാറ്റി അതിനെ കുത്തി ഉണർത്താൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണ് ഇന്ന് നമ്മൾ എഴുന്നേറ്റത്. ഞാൻ പറഞ്ഞല്ലോ ചേട്ടന് വയ്യ, 2 ദിവസമായിട്ട് വയ്യാഴികയാണ്. അങ്ങനെ കുറച്ച് സമയം ലേറ്റായിട്ട് ഇവർ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് 2 നിലവിളിക്കും, കരയും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ആദ്യം എഴുന്നേറ്റാലും ഒരാളെ എഴുന്നേൽപ്പിക്കുമല്ലോ. ഞാൻ എഴുന്നേറ്റ് ഇനി നീ സുഖിച്ച് ഉറങ്ങണ്ട എന്നുള്ള രീതിയിൽ അവളെ കൂടെ എഴുന്നേൽപ്പിച്ചു. പിന്നെ 2 പേരെ എടുത്ത് ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. പതിവ് ബിസ്ക്കറ്റ് പാപ്പം കൊടുത്തു. അത് 2 കൈ കൊണ്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. വാങ്ങിക്കുന്നതൊക്കെ കണ്ടാത്തൊന്നും ഇപ്പം തന്നെ ഒരെണ്ണം മുഴുവൻ തീർക്കുമെന്ന്. ഇല്ല, ഇടിക്കുഞ്ഞ് കരണ്ടുന്ന പോലെ ഒരു ഉമ്മിണി കരണ്ടും കേട്ടോ. അങ്ങനെ 2 പേരും സന്തോഷത്തോടെയൊക്കെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു ബിസ്ക്കറ്റിൽ പൊടിഞ്ഞു പോയി, അതിൻ്റെ ഒരു പകുതി പീസും കൊടുത്ത് മുഴുവനല്ലേ എനിക്ക് കിട്ടുന്നതെന്നുള്ള രീതി അത് മുഴുവനായിട്ട് വാങ്ങിച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വന്ന് അരിയെടുപ്പിടുകയും കുഞ്ഞിന് വേണ്ടിയുള്ള കുറുക്കൊക്കെ കാച്ചുകയൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇടാൻ വേണ്ടി ഒരുങ്ങി.
പിന്നെ കുറുക്കൊക്കെ അതിൻ്റെ കൂടെ ആദ്യം വന്ന ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യമാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായിട്ട് വന്ന് ആദ്യം ചെയ്യുന്നത് തന്നെ കുറുക്ക് കാച്ചുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പിന്നെ വിശന്ന് തുടങ്ങുമല്ലോ. അങ്ങനെ കുറുക്കൊക്കെ കാച്ചി അത് തണുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളവും എല്ലാം ചൂടാക്കാൻ വേണ്ടി വെച്ചു. കുടിക്കുന്ന വെള്ളത്തിൽ പതിമുഖമൊക്കെ ഇട്ടാണ് തിളപ്പിക്കുന്നത്. അതിൽ പേരയുടെ ഇലയോ തുളസി ഇലയോ ജീരകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഞാനവിടെ സാമ്പാർ വെക്കാമെന്ന് കരുതി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറുക്ക് ഓൾറെഡി തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് അവരുടേതായ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെടുത്ത് കളിക്കാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ സാമ്പാറിനെല്ലാം അരിഞ്ഞൊക്കെ വെച്ചു. പിന്നെ അത് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും രണ്ടുപേരും നല്ല കുരുത്തക്കേടാണ്. ഞാൻ പറഞ്ഞല്ലോ, കുരുത്തക്കേടിലൊക്കെ ആണെങ്കിൽ നിലവിളിക്കില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് താഴെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു കരച്ചിലാണ്. സാമ്പാറിന് വേണ്ടിയുള്ള പുളിയെല്ലാം വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ അവർ വാരിയിട്ട പാത്രങ്ങൾ ഒരു ലോഡ് താഴെ കാണും. ആ പാത്രങ്ങളെല്ലാം വീണ്ടും എടുത്ത് വെക്കും. പിന്നെ അവർ അടുക്കളയിലേക്ക് എപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നാലും അത് വീണ്ടും എടുത്ത് മടക്കി വയ്ക്കുക. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അങ്ങനെ കുറുക്കൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രണ്ടുപേർക്കും വിശന്നു. അമ്മ അമ്മ എന്ന് വിളിച്ച് എൻ്റെ കാലിലേക്ക് പിടിക്കാൻ തുടങ്ങി. എനിക്ക് അപ്പോൾ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയം നമ്മൾ കറക്റ്റ് തന്നെ അങ്ങനെ കൊടുത്തിരിക്കും. അങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത ശേഷം പിന്നെ കളിക്കാനൊക്കെ വിട്ടു. പിന്നെ പാത്രം കഴുകി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ രണ്ടുപേരും എൻ്റെ പിറവേ വാലയിൽ തൂങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഞാൻ കുഞ്ഞ് പാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കും കേട്ടോ. അതുപോലത്തെ കുഞ്ഞ് പാത്രമൊക്കെയാണെങ്കിൽ അതിങ്ങനെ കൈകൊണ്ട് കഴുകുന്ന രീതിയൊക്കെ കാണിക്കും. അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. അതിനുശേഷം രണ്ടുപേരും കൊണ്ടുവന്ന് ചൂടുവെള്ളമൊക്കെ നേരത്തെ ചൂടാക്കാൻ വെച്ചതൊക്കെ എടുത്തുകൊണ്ട് മേല് വന്നു. അങ്ങനെ രണ്ടുപേരെയും എടുത്തുകൊണ്ട് വന്നു കുളിപ്പിച്ചു സുന്ദരിക്കുട്ടിയാക്കി. പിന്നെ വിറ്റാമിൻ D3 മരുന്ന് ആ ഒരു ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പിടിവലിയാണ്. എന്തോ വലിയ സംഭവം എന്ന രീതിയിൽ. അങ്ങനെ അത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യവും കരച്ചിലും ഒക്കെ. അത് കൊടുത്തു. തലമുടിയൊക്കെ ചീവി രണ്ടുപേരെയും ഉറക്കാൻ കിടത്തി. അങ്ങനെ രണ്ടുപേരെ ഉറക്കി കിടത്തിയ ശേഷം ഞാൻ പിരിയം എഴുതി കേട്ടോ. ഇപ്പം അങ്ങനെ പിരിയൊന്നും എഴുതാൻ സമ്മതിക്കാറില്ല. കാരണം പെട്ടെന്നാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. ഒരു പിരിയം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേൽക്കും. ഇന്ന് എങ്ങനെയോ പെട്ടെന്ന് തന്നെ രണ്ടുപേർക്കും എഴുതിയൊക്കെ കൊടുത്തു. അങ്ങനെ ഉറക്കാൻ വേണ്ടി വീണ്ടും കിടത്തിയപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു.